മാനിനെ കണ്ടിട്ട് ടോർച്ച് അടിക്കാൻ. അവിടെ 10:30 ഉള്ളിൽ എത്തണം. 10:30 ഉള്ളിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ പറ്റൂല. അങ്ങനെ നമ്മൾ വയനാട് ചുരം കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. വയനാട് ചുരം കയറിയതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നൈറ്റ് ആയി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫോറസ്റ്റ് അടക്കുമെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി വെക്കാം. ഇല്ലല്ലേ, അപ്പൊ എന്തായാലും നമ്മ പോയി നോക്കാം. എന്നോട് വെച്ച് കാണാം. പിന്നെ ചുരത്തിന്റെ അവിടെ കിടന്നുറങ്ങേണ്ടി വരും. പോയി നോക്കാം. ആ ഇപ്പൊ ചുരം അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ട വഴി പോകും. അപ്പൊ ഗൈസ് നമ്മള് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് എത്തി. ഫോറസ്റ്റ് നമ്മൾ കടന്നു. ആനൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ റൂട്ടില് ആന ഇറങ്ങണ ഏരിയ ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം. ഇതാ റബി ഇപ്പോഴും ഡ്രൈവിംഗിലാണ്. ഇവിടെ നല്ല ഉറക്കാണ്. അലീഖാനും ഫുള്ള് ഉറക്കാണ്. ചന്ദ്രൻ ഇവിടെ ഫുള്ള് ഓണിലാണ്. എന്തായാലും ആനനൊക്കെ കാണാണെന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, ഇതാണ് ചെക്ക് പോസ്റ്റ്. അടച്ചിട്ട് അടുക്കില്ല, ഇല്ല ആയിട്ടില്ല. 9 മണി വരെ ഉണ്ടാവും. ഇല്ലടാ, അത് വാണി ഇവിടെ ചോദിച്ചു നോക്കാം നമുക്ക്. മാനിനെ കണ്ടിട്ട് ടോർച്ച് അടിക്കാൻ. നമ്മള് കർണാടക ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഗൈസ് നമ്മള് കർണാടക ചെക്ക് പോസ്റ്റും കടന്നതാ. കർണാടകയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇരിക്കുന്നത് കർണാടകയിലാണ്. മൊത്തം കാടാണ്. അപ്പോ നമ്മള് മൈസൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മളെന്തായാലും മൈസൂർ എത്തും. ഇപ്പോ എന്താ നല്ല ക്ഷീണത്തിലാ. ചന്ദ്രനൊക്കെ ഉറക്കത്തിലാ. ഉറക്ക അഭിനയാണെന്നുണ്ടെങ്കിലും അപ്പൊ നമ്മളിപ്പോ ഒരു 20 മിനിറ്റ് കൊണ്ട് 60 നമ്മള് ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ ലക്ഷ്യസ്ഥാനത്തില് എത്തും. എന്തായാലും എന്തൊക്കെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിക്കണെന്ന് കേട്ടു. ഇത് അവിടെ എത്തണം. അവിടെ 10:30 ഉള്ളിൽ എത്തണം. 10:30 ഉള്ളിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ പറ്റൂല. ഇപ്പൊ തന്നെ സമയം 10 മണിയായി. നമ്മള് ഒരു 10-15 ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ എത്തുന്നാണ് റബിയു പറയണത്. റബിയു നമ്മള് വണ്ടിന്റെ ടയറൊക്കെ മാറ്റി, ടയറല്ല ഇപ്പൊ ട്യൂബ് മാറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോ ടയറ് പൊട്ടാഞ്ഞാ മതിയായിരുന്നു. പൊള്ളച്ച് നിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതാ മൈസൂർ എയർപോർട്ടാണ് ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും എത്തുന്ന പ്രതീക്ഷയോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ മൈസൂർ എത്തി കഴിഞ്ഞു. ഇതെന്താണ്? യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തി. CFTRI ക്യാമ്പസിന്റെ അവരെ ക്വാർട്ടേഴ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് ഗേറ്റ്. നമ്മളങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. SBRന്റെ ആളറിയില്ലേ? ഷാറൂഖിന്റെ ആളറിയില്ലേ?
ഗേറ്റിന്റെ അവിടെ എങ്ങനെ വിട്ടു? ഞാൻ പതാലോചിച്ചോണ്ട് അതന്നെ ഷാറുഖിന്റെ ആളാണോ? അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തി. ഇവിടെ SBRും എല്ലാരും കണ്ടു. SBR ഒരു വ്ളോഗിനോട് ഒരു ഹായ് പറയൂ. ഹായ് നമ്മള് കുറച്ച് സംസാരിച്ചിട്ട് വരാം. ഓ ഗൈസ് നമുക്ക് വേണ്ടി നാസിയ ഉണ്ടാക്കിയതല്ല, ഓർഡർ ഫുഡ് കഴിച്ചിട്ട് വരാം. എന്താ നാസിയാന്റെ ചിക്കൻ പൊരി മൈസൂർ സ്പെഷ്യൽ തലപ്പാക്കട്ടി ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഗൈസ് മൈസൂർ സ്പെഷ്യൽ നാസിയാന്റെ സ്പെഷ്യലാണ് സ്പെഷ്യൽ ചിക്കൻ വറുത്തത്. ഇത് ചിക്കൻ വറുത്തൊന്ന് കഴിച്ചു നോക്കുക. ഇതെന്താണ്? ഇത് മൈസൂരിലെ സ്പെഷ്യൽ സാധനമാണ്. സ്പെഷ്യൽ തക്കാളി കറി, പരിപ്പ് കറി, കുറച്ച് ചോറെടുക്കുക, ചിക്കൻ പീസ് വെക്കുക, കുറച്ച് തൈര്, നാസിയുണ്ടാക്കിയ ചിക്കൻ പീസ്. ഇതാകണോ ഗൈസ്? അതിന്റെ അപ്പുറത്ത് നമ്മളെ ഷാറൂഖ് വന്നിരുന്നിട്ടുണ്ട്. ഷാറൂഖ് എന്തെങ്കിലും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടോ? കാജോളിനെ മിസ് ചെയ്യണ്ടോ ഗൈസ്? കാനി പറയേ. മൈസൂർ സ്പെഷ്യൽ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്നലെ നൈറ്റ് വന്ന് നേരെ കുറച്ച് നേരം സംസാരിച്ച് ഇതാ കിടന്നുറങ്ങി. ഇപ്പോൾ മോർണിംഗ് ഇതാ എണീറ്റു. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ. നമ്മളൊരു കോഫി അടിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങളായിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമ്മൾ രാവിലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിച്ച ബിരിയാണി അത് ഇതാ കഴിക്കാൻ പോകണം. പാങ്ങാട്ടൊക്കെ കൂടെ അടിപൊളി. ഉണ്ട് മൈസൂർ തലപ്പാക്കട്ടി ബിരിയാണി, ചിക്കൻ മൈസൂർ ചിക്കൻ ഫ്രൈ കൂടി മിക്സ് ചെയ്യാം. ഗൈസ് എന്തൊരു സമാധാനമാണ് ഗൈസ്. ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും നല്ലൊരു തണുപ്പ്, വെയിലുണ്ടെന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാലാവസ്ഥയാണ്. നമ്മളിതാ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ്. നമ്മളെ വർക്കിൻ്റെയും സ്ട്രെസ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇതുപോലൊരു ദിവസമൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ വേണം ലൈഫിൽ. എൻജോയ്മെൻ്റ് എന്താണെന്നും കൂടി നമ്മൾ അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് കുറച്ച് ചിലപ്പോൾ നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവും. നമ്മളെ ഷോർട്സ് കണ്ട ആളുകൾക്ക് അറിയുണ്ടാവും, നമ്മളൊരു മസാല ദോശ കഴിച്ചിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ എല്ലാവരും കൂടി ചിലപ്പോൾ പോവും. അങ്ങനെ കുറച്ച് 1-2 പരിപാടികളായിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും വരും. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ എൻഡ് ചെയ്യിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.